ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങിയല്ലോ. ഇപ്പം നൈറ്റിയിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ചധികം മെറ്റീരിയൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിൽ അമ്മയ്ക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ നൈറ്റി തന്നെ അമ്മ കടിച്ചു കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു മോഡൽ നൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ എ ലൈൻ നൈറ്റിയാണ് കേട്ടോ. അതിൽ അധികം വർക്കോ കാര്യങ്ങളൊന്നുമില്ല. ആദ്യം തുടങ്ങുന്ന നൈറ്റിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ അളവിൽ അടിക്കണ്ട, അമ്മക്കാവുമ്പോൾ അമ്മ യൂസ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അളവെടുത്തിട്ട് തയ്ക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ പിന്നെ അമ്മക്കാണെങ്കിൽ 100 അഭിപ്രായങ്ങളായിരുന്നു കേട്ടോ. ഇത്ര ലൂസ് വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് എന്നെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബോഡിയിൽ നിന്ന് ഞാൻ എന്തായാലും മെഷർമെൻറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു, നൈറ്റി അല്ലേ, നമ്മളുടെ ബോഡിയുടെ അതേ മെഷർമെൻറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇറങ്ങി പിടിക്കുന്ന പോലെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക, മീൻസ് കറക്റ്റ് അളവിലായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഏജിന് ഇതൊന്നും പറ്റില്ല, എനിക്ക് നല്ല ലൂസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് കേട്ടോ അടിച്ചത്. അടിക്കാനൊന്നും എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ ഉള്ള സമയമൊക്കെ തട്ടി കൂട്ടിയിട്ട് അടിച്ചെടുക്കായിരുന്നു കേട്ടോ ചെയ്തത്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് തന്നെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നൈറ്റിക്ക് അങ്ങനെ അത്ര പണിയൊന്നുമില്ലല്ലോ, ഇത് പിന്നെ സിമ്പിളായിട്ടുള്ള നൈറ്റി അല്ലേ. എന്നാലും അമ്മയതിട്ട് കാണുന്നത് വരെയുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അടിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കലായി. അമ്മ നന്നായി തയ്ക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ അമ്മ അതെടുത്ത് പറയുകയും ചെയ്യും. അപ്പോൾ എന്തായാലും വേഗം ഇട്ട് വാന്ന് പറഞ്ഞിട്ട് ഞാൻ ഉന്തി തള്ളി റൂമിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് ഇട്ട് കാണുന്നത് വരെയുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. പക്ഷേ അമ്മയ്ക്കത് ഒത്തിരി ഇഷ്ടമായി. കൈ കുറച്ച് കൊടുക്കണമായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബാക്കിയൊക്കെ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. നെക്കും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. കൈ ഇച്ചിരി ഇതായി, ഇത്രയും കൂടി ഒന്ന് ടൈറ്റാക്കി എടുക്കണം, അതും കൂടി ആയ സംഭവം സെറ്റായി. എന്തായാലും അമ്മ സന്തോഷിച്ച് കണ്ടപ്പോൾ ഞാൻ അതിലേറെ സന്തോഷിച്ചു. നല്ലൊരു അഭിപ്രായം ഇതിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരാളുടെ വായിൽ നിന്ന് കിട്ടുമ്പോൾ അത് ഭയങ്കരമാണല്ലോ. അപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയായി കേട്ടോ.